പറയുകയായിരുന്നു അങ്ങനെ ഒരു വൈകല്യം ഉണ്ടായിട്ടില്ല. പട്ടികയിൽ എന്ത് പരാതി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സർക്കാരിനെ സമീപിക്കാം. അവരുടെ മനോനില ആരും മുതലെടുക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയം കലർത്തി പറയുകയായിരുന്നു മന്ത്രി. അത് നേരത്തെ ആശാവർക്കർമാരുടെ കാര്യത്തിൽ പറയുന്നത് പോലെ രാഷ്ട്രീയ പ്രേരിത സമരമാണ്, നേർക്കുനേർ പറഞ്ഞില്ല എന്നുള്ളൂ മന്ത്രി. ഏതാണ്ട് അതേ ടോണിൽ തന്നെ പറയുകയായിരുന്നു. അതൊന്നുമല്ല പരിഹാരം. ഇവരെ ഹൃദയം തുറന്ന് കേൾക്കുക എന്നത് മാത്രമാണ് പരിഹാരം. കേൾക്കൽ മാത്രമല്ല, അടിയന്തരമായി ഇവർ പറയുന്നത് അവർക്ക് വീടൊക്കെ പോയവരാണ്, അവിടെ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരാണ്, അങ്ങനെ ചിതറി നിൽക്കുന്ന മനുഷ്യരാണ്. അവർ സമാധാനമായി ജീവിതം ആഗ്രഹിക്കുന്നു. അതിനുള്ള വഴി 7 മാസമായിട്ട് തെളിയുന്നില്ല എന്നവർ പറയുന്നതിനെ ഹൃദയപൂർവ്വം കേൾക്കലും അതിന് പരിഹാരം അടിയന്തരമായി ഉണ്ടാക്കലും മാത്രമാണ് പോംവഴി. അവിടെ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. അതിന് കാരണം അവിടെ ഈ ദുരന്ത മേഖലയിലേക്ക് പോകാൻ ഇവരെ പോലീസ് അനുവദിക്കുന്നില്ല എന്നതാണ് കാരണം. അതും എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങോട്ടേക്ക് ആളുകൾ പോകുന്നുണ്ട്, അവിടുത്തുകാർക്ക് മാത്രമേ പാസ് വെക്കുന്നുള്ളൂ. അല്ലാതെ ഈ ദുരന്ത സ്ഥലം കാണാൻ വരുന്നവരെയൊക്കെ വളരെ അങ്ങോട്ടേക്ക് കടത്തിവിടുന്നുണ്ട് എന്നൊക്കെ ആ നാട്ടുകാർ തന്നെ നമ്മളോട് പലയാവർത്തി വിളിക്കുമ്പോൾ പറയുന്നവരാണ്. അവർ സമരത്തിലേക്ക് നിൽക്കുന്നു. ആ ദുരന്തഭൂമിയിൽ നാടകീയ രംഗങ്ങൾ നമ്മളിപ്പോൾ കാണുകയുമാണ്. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ വച്ചിരുന്നു. സമീർ, 7 മാസം മുമ്പ് നമ്മളവിടെ കാണുന്നത് കണ്ണീർ കാഴ്ചയാണെങ്കിൽ 7 മാസങ്ങൾക്കിപ്പുറം അവിടെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയരുന്നു. അവരെ അങ്ങോട്ട് കടത്തിവിടില്ല എന്ന നിലപാടിൽ പോലീസ് ഉറച്ചു നിൽക്കുകയാണോ സമീർ? സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞതോടുകൂടി റോഡിൽ കുത്തിയിരുന്ന് അവർ സമരം ചെയ്യുകയാണ്. ഈ സംഭവം നടന്നിട്ട്, ദുരന്തം നടന്നിട്ട് 7 മാസം ആകുന്നു. അവരുടെ പുനരധിവാസം ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. പലരും ലയങ്ങളിൽ കഴിയുന്നു, വാടക വീടുകളിൽ കഴിയുന്നു, കുടുംബക്കാരുടെ വീടുകളിൽ കഴിയുന്നു. വളരെ പ്രയാസത്തോടു കൂടിയാണ് ഓരോ കുടുംബങ്ങളും കടന്നു പോകുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല തവണ അവർ സർക്കാരിനെ കാര്യങ്ങൾ അറിയിച്ചതാണ്. പക്ഷേ ഒരു വിധത്തിലും ഒരു അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടാകുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധവുമായി അവർ മുന്നോട്ട് പോകുന്നത്. അവരുടെ ഈ പ്രകടനം പോലീസ് തടഞ്ഞതോടുകൂടിയാണ് റോഡിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധം. ഇപ്പോൾ അവരുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പൊതുയോഗം സംഘടിപ്പിക്കുകയാണ്. ജനശബ്ദം എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ ഈ സമരം. ഇതിനുശേഷം അവരുടെ ദുരന്ത ഭൂമിയിൽ അവരെത്തിക്കൊണ്ട് അവിടെ കുടിൽ കെട്ടിയുള്ള സമരത്തേക്ക് കൂടി അവർ പോവുകയാണ്. ദുരന്ത ഭൂമി അവരുടെ ഭൂമിയാണല്ലോ സമീർ. എല്ലാം 26 പേരെ എന്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയത്. ഞങ്ങളുടെ വീട്, ഇവന്റെ അച്ഛൻ, അമ്മ എല്ലാം പോയി, ഏട്ടൻ, മക്കള് എല്ലാം പോയ മനുഷ്യരായി നിൽക്കുന്ന വീട് പോയി. ഇവന്റെ ഭൂമിയിൽ എന്താണ് ഞങ്ങളെ ഭൂമിയിലേക്കല്ല സമരം അല്ലാത്തത് കൊണ്ട് അവരവരുടെ വീട്ടിൽ പോകുന്നതിന് യാതൊരു തടസ്സമില്ല. സമരം ആയതുകൊണ്ടാണ് ഞങ്ങൾ റെസ്ട്രിക്ട് ചെയ്തത്. പോലീസിനെ ഉപയോഗിച്ച ഈ എല്ലാം നഷ്ടപ്പെട്ട ഞങ്ങളെ പോലീസിനെ ഉപയോഗിച്ചാ തടയുന്നേ. നോക്കി, 2 CI-മാര് ഭയങ്കര വലിയ ബറ്റാലിയൻ വന്നിട്ട് പാവപ്പെട്ടവർ തടയാ. ഞങ്ങളൊരു സമരത്തിന്റെ മാനസികാവസ്ഥയിലല്ല, ഞങ്ങളെല്ലാവരും പോയി ഞങ്ങൾ ഓരോ ഖബറിടങ്ങളിൽ ചെന്ന് നടക്കുക, ശ്മശാനങ്ങൾ കയറി നടക്കുക. ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ പോയതിന് പ്രാർത്ഥനയായിട്ട് എല്ലാ ഘട്ടത്തിലും ഉറപ്പുകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കായിട്ട് ഒരു അവകാശവാദവും ഇല്ല. സർക്കാർ പറഞ്ഞ ഉറപ്പുകൾ പാലിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സർക്കാർ ഞങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടി പണപ്പിരിവ് നടത്തുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പണം കയ്യിലാവുന്നത് വരെ സർക്കാർ പറഞ്ഞു 10 സെന്റ് ഭൂമി, വീട് എല്ലാം പറഞ്ഞു. പക്ഷെ ഇപ്പോഴോ 5 സെന്റാക്കി. മാത്രമാണോ, 16 പേര് ഞങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ മക്കളുണ്ട്, ഒറ്റക്കായിട്ടുള്ള മക്കളുണ്ട്. അവർക്ക് ജോലി നൽകാന്ന് പറഞ്ഞു, കൊടുത്തില്ല. അല്ല, ഞങ്ങളുടെ തീരുമാനം, ഞങ്ങളുടെ ഭൂമിയിലേക്ക് പോകും. ഞങ്ങളുടെ ഭൂമിയിലേക്ക് പോകും. പോലീസുകാർ ഞങ്ങളോട് സഹകരിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾക്കില്ല ഭാര്യയും മക്കളും കുട്ടികളൊക്കെ. അതിന്റെ പേര് പട്ടിക എന്നാണോ? അതിന്റെ പേര് പട്ടിക എന്നല്ല. ചില ഉദ്യോഗസ്ഥന്മാർ വീട്ടിലിരുന്ന് ഉണ്ടാക്കിയ ലിസ്റ്റ് എന്ന് പറയാം. അതിന്റെ പേര് പട്ടികയല്ല. എന്തെങ്കിലും യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണോ പട്ടിക ഉണ്ടാക്കിയിട്ടുള്ളത്? നിങ്ങളത് പഠിക്കരുത്, നിങ്ങൾ മനസ്സിലാക്ക്. ഒരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാതെ ഇവർക്ക് താല്പര്യമുള്ള ആളുകളെ കുത്തിത്തിരിക. ഒരേ വാർഡിൽ 2 വാർഡിൽ ഒരാൾക്ക് വീട്. നോക്കി നിങ്ങള് 17 പേര് പെട്ടിട്ടില്ല. അതായത് 1-ാം ലിസ്റ്റിൽ അർഹരായിട്ട് പെടാൻ അർഹതയുള്ള 17 പേര് ഈ ലിസ്റ്റിൽ പെട്ടിട്ടില്ല. 17 പേര്. ഞങ്ങൾക്ക് ഇവിടെ അസീസ്ക്ക് അവിടെ ഉണ്ടോ? അസിക, അതാ ഇദ്ദേഹത്തിന്റെ വീട് പോയതാണ്. ഇദ്ദേഹത്തിന്റെ പേരില്ല. അവർ പറയുന്ന അവരുടെ മകന് മറ്റൊരു വീടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ പേരില്ല. അബ്ദുൽ അസീസാണ് എന്റെ പേര്. എന്റെ വീട് നഷ്ടപ്പെട്ടതാണ്. എന്റെ വീട് നഷ്ടപ്പെട്ടിട്ട് പിന്നെ 2 ലിസ്റ്റിൽ പേര് കൊണ്ടുവന്നു. 3-ാമത്തെ ലിസ്റ്റിൽ എന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല അവര്. അത് എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. മുഴുവൻ മൊത്തം പോണെന്ന് നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ്.
നമ്മൾ എൻ്റെ മോൻ്റെ വീടിൻ്റെ മുകളിൽ നിന്ന് കണ്ട് ഞങ്ങളെല്ലാം ലൈവായി കണ്ട മനുഷ്യനാണ് ഞാൻ. ഞാനൊരു കാര്യം പറയട്ടെ. മുണ്ടക്കായിക്ക് ജനവാസം അല്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് ഇനിയും കുറയ്ക്ക് കൊടുക്കാനാണ് സർക്കാർ തീരുമാനിക്കുന്നത്. അവിടെ ജനവാസം അല്ലാന്ന് പറഞ്ഞതാ, ഇനിയും പോയി അവിടെ താമസിക്കണമെന്ന് പറയുന്നത് ശരിയാണോ? എല്ലാം പോയതാ. രക്ഷാപ്രവർത്തനത്തില് ജീവൻ നഷ്ടപ്പെട്ട ശരത്തിന്റെ അച്ഛനും അമ്മയാണിത്. ഇവരുടെ പേര് ലിസ്റ്റിലില്ല. ഇവരുടെ പേര് നോക്ക് നിങ്ങളെ. ആളുകളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ കൊടുത്ത ഒരേ ഒരു മകനാണ് നഷ്ടപ്പെട്ടവർക്ക്. എന്റെ മകൻ ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ചൂരമല ഹോസ്പിറ്റലിൽ കൊണ്ട് സെറ്റിലാക്കിയിട്ട് വെള്ളം പറഞ്ഞിട്ട് കൂടുതൽ വെള്ളം വന്ന പോയി നോക്കാൻ വേണ്ടി പോയ മോനാണ്. രണ്ടാമത് തിരിച്ചു വന്നിട്ടില്ല. ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തി. എന്റെ മകൻ ലാസ്റ്റ് അവസാനം എന്റെ മകൻ ഇല്ലാതായിപ്പോയി. നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താവിന് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു മകൻ ഉണ്ടായിരുന്നു. ആ മകനും കൂടി കൈയിട്ട് പോയി. അതുകൊണ്ട് ലിസ്റ്റിലെ പേരില്ല. രണ്ടാമത് ലിസ്റ്റിലും പേര് വരുമെന്ന് പറഞ്ഞു, അത് വന്നിട്ടില്ല. ഇത് എന്താ സങ്കടങ്ങളാണ്, വേദനകൾ മാത്രമാണ് ദുരന്തഭൂമിയിൽ. ആ വേദനകൾ 7 മാസം ഇപ്പുറവും വേദനകൾക്ക് ഒരു പരിഹാരവും ഇല്ല. വെറും ഉറപ്പുകൾ മാത്രം സർക്കാർ പറയുന്നു എന്നുള്ളതാണ് സമരക്കാരുടെ പരാതി. ലിസ്റ്റ് അത് വെറും പട്ടികയല്ല, വെറും ലിസ്റ്റ് എന്ന് പറയാം. ആ പറയും നമ്മൾ ആദ്യഘട്ട ലിസ്റ്റ് ഇറങ്ങുമ്പോൾ അങ്ങേയറ്റം കെയർലെസ് ആയി കൈകാര്യം ചെയ്ത് ലിസ്റ്റ് ഇറങ്ങി നമ്മൾ കണ്ടതാണ്. ഒരു വീട്ടിൽ 2 പേർക്ക് തന്നെ വീട്, അല്ലെങ്കിൽ പല പേരുകളിൽ പല ലിസ്റ്റ്, 10-42 പിഴവ്. പൊണ്ണി കിട്ടാനില്ല. ഈ 300 രൂപ തോതിൽ വെച്ച് കിട്ടിക്കൊണ്ടിരുന്നു. 3 മാസം കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പൊ രണ്ടാമതായിട്ട് നിർത്തിലാക്കിയിരിക്കുകയാണ്. അവന് ഞങ്ങള് ഒരു പ്രതീക്ഷയോടെ കൂടി ഇരുന്നതായിരുന്നു. അവനും പോയി, ഞങ്ങൾ കൈവിട്ടു. നാട്ടുകാരുടെ ഇത് 1-2 ഉദാഹരണം മാത്രമേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. 1011 വീട് കൊടുക്കാമെന്ന് പറഞ്ഞ സന്നദ്ധ സംഘടനകൾ വന്നിട്ടുണ്ടായിരുന്നു. 1011 വീട് കൊടുക്കാമെന്ന് മുഖ്യമന്ത്രി 38 സംഘടനകളെ വിളിച്ചു വരുത്തി. അദ്ദേഹം യോഗം ചേർന്നു. ആ 38 സംഘടനകൾ 1011 വീട് നൽകാമെന്ന് പറഞ്ഞു. 1011 വീട് മുഖ്യമന്ത്രി എന്താ ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? ഈ 1011 ആളുകളോടും 30 ലക്ഷം രൂപ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അടക്കാനാണ് പറയുന്നത്. അപ്പൊ ഇനി എന്താ ചെയ്യാ? ബാക്കി എത്രയും വീട് കുറച്ചിട്ട് ബാക്കി പൈസ മുഖ്യമന്ത്രിക്ക് അവരുടെ സൗകര്യപ്രദം ചെലവാക്കാം, വകമാറ്റി ചെലവാക്കാം. ഇതിന് ഓഡിറ്റ് പോലും ഇല്ലാത്ത പൈസയാ. ഇതിന് മുഖ്യമന്ത്രിയുടെ സൗകര്യപ്രദമായി ആ പണം വകമാറ്റി ചെലവഴിക്കാം. മുഖ്യമന്ത്രിയാണ് ചീഫ് സെക്രട്ടറി ഞങ്ങളോട് പറഞ്ഞ 1024 വീട് നൽകുന്നത്. 1500 കുടുംബങ്ങളെ പുനരധിവസിക്കുന്ന മന്ത്രി പറഞ്ഞത് ശ്രീ രാജൻ, അദ്ദേഹത്തിന്റെ പേപ്പർ കട്ടിങ് ഞങ്ങളെടുത്തുണ്ട്. ഇത്തരത്തില് അതുപോലെ മുഖ്യമന്ത്രി മറ്റൊന്ന് പറഞ്ഞിരുന്നു, 10, 11, 12 വാർഡിലെ മുഴുവൻ ആളുകളുടെയും ലോൺ എഴുതി തള്ളുന്ന പരിഗണനയിലാണ്. ഞങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങൾക്ക് വേണ്ടി 800 കോടി രൂപ പിരിച്ചിട്ട് അതിൽ നിന്ന് വെറും 250 കോടി രൂപ മുടക്കിയാൽ മതി. വേറൊന്നും വേണ്ട. കാരണം വീട് നൽകാൻ 1014 നിലവിൽ റെഡിയാ. അപ്പൊ 200 കോടി രൂപ ചെലവാക്കി ഞങ്ങൾ 1000 ആളുകളെ 1500 ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഭൂമി വാങ്ങിയാൽ മതി സർക്കാർ. അതും നികുതി പണത്തുനിന്ന് വേണ്ട, ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി തന്ന പണത്തിൽ നിന്ന് മതി. അത് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്തിനാ മുഖ്യമന്ത്രി? എന്തിനാ കെട്ടിപ്പിടിച്ച്? മുഖ്യമന്ത്രി ചെലവഴിക്കട്ടെ, എന്നാൽ കേന്ദ്രം തരുന്ന കേന്ദ്രം പറയുന്നത് അതൊരു ശരിയായതല്ലേ? ഞങ്ങൾ കേന്ദ്രത്തിന്റെ ആളുകളല്ല. ഞങ്ങൾ ആ കേന്ദ്രവുമായി ബഹുമാനപ്പെട്ട നേരത്തെ അവർ പറയുന്ന പരാതിയാണ് 1043 കുടുംബങ്ങളെ പുനരധിവസിക്കുന്ന മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞെങ്കിൽ വിദഗ്ധ സമിതി പുതിയ റിപ്പോർട്ട് വന്നതോടെ പുനരധിവസിപ്പിക്കേണ്ട കുടുംബങ്ങളുടെ എണ്ണം 322 കുറഞ്ഞു. ബാക്കി ഞങ്ങൾ എങ്ങോട്ട് പോയി, എവിടെ പോയി കിടക്കും? ഈ വീടില്ലാത്തവർ, പാതി വീട് പൊളിഞ്ഞവർ എന്നവരുടെ പൊള്ളുന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നതല്ല. ഇത് കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ അവർ ആ ശബ്ദം ഉയർത്താൻ അവർ നിർബന്ധിതരാകുന്നു. ആ ചേട്ടൻ പറയുകയാണ്, വീട് വെക്കാൻ സന്നദ്ധരായവരോട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 30 ലക്ഷം രൂപ ഇടൂ എന്ന് നിർദ്ദേശം കൊടുത്തു എന്നിങ്ങനെ പറയുന്നതിന് ആരോപണമാണോ അതുള്ളതാണോ എന്നറിയില്ല. അവർ അവാസ്തവം പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും അത്തരത്തിലുള്ള പൊള്ളുന്ന ചോദ്യങ്ങൾ എന്തിനാണ് ആ വയനാട് ദുരന്തബാധിതർക്കായി കേരളമൊന്നാകെ ഹൃദയം നിറഞ്ഞു കൊടുത്ത പണം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി ചെലവായിക്കൂടെ എന്ന് ആ പ്രതിഷേധക്കാരൻ ചോദിക്കുന്നതിൽ പിഴവെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ദുരന്തഭൂമിയിലേക്ക് ആൾക്കാരെ കയറ്റിവിടില്ല എന്ന നിലപാട് ഉറച്ചു നിൽക്കുന്നു.